നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. മാള ചക്കാട്ടിക്കുന്ന് കള്ളുഷാപ്പിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മഠത്തുംപടി ചക്കാട്ടിക്കുന്ന് സ്വദേശി കോനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്ത് കാട്ടിക്കരക്കുന്നിൽ സർക്കാർ മോഡൽ പ്രീ സ്കൂൾ ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. രാവിലെ 8:30യോടെ ആളൂർ കിണർ സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ബസിന്റെ എഞ്ചിന്റെ ഭാഗത്തു നിന്നും പുക ഉയരുകയായിരുന്നു. ഉടനെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കി. ഈ സമയം ബസിന്റെ ഹൈഡ്രോളിക് ഡോർ തുറക്കാതിരുന്നതും യാത്രക്കാരിൽ പരിഭ്രാന്തിക്കിടയാക്കി. മാളയിൽ നിന്നും അഗ്നിരക്ഷാസേനയും ആളൂർ പോലീസും സ്ഥലത്തെത്തി. മാള ചക്കാട്ടിക്കുന്ന് കള്ളുഷാപ്പിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാള മഠത്തുംപടി ചക്കാട്ടിക്കുന്ന് സ്വദേശി കോനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 20-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ജഡ്ജിമുക്കിലെ പാടത്തെ വലയിൽ നിന്ന് മീൻ കാണാതായത് ജിഷ്ണു ആണ് എടുക്കുന്നതെന്ന് മടത്തുംപടി സ്വദേശി മാങ്കുഴിപ്പറമ്പിൽ ശ്യാംകുമാർ പറഞ്ഞു നടക്കുന്നതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതി കള്ളുഷാപ്പിൽ ബജ്ജിക്കട നടത്തുന്ന ശ്യാംകുമാറിനെ ആക്രമിച്ചത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെങ്കിടങ്ങിൽ നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ജിഷ്ണു മാള പോലീസ് സ്റ്റേഷനിലെ 3 വധശ്രമ കേസുകളിലെ പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ KT ബെന്നി, ASI ഷീജ, CPOമാരായ KK ജിബിൽ, TS ശ്യാംകുമാർ, MR ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്ത് കാട്ടിക്കരക്കുന്നിൽ സർക്കാർ മോഡൽ പ്രീ സ്കൂൾ ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. നന്നായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുവാനും അവരുടെ സ്വഭാവ രൂപീകരണങ്ങളിൽ ഏറെ പങ്കുവഹിക്കാനും നമുക്ക് കഴിയണം. അത്തരത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്, ഇവരുടെ വളർച്ചയാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയായിട്ട് കാണേണ്ടതായിട്ട്. നമ്മുടെ കൊച്ചുമക്കളുടെ ആ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ, കായികപരമായിട്ടുള്ള കഴിവുകൾ, അതുപോലെ തന്നെ മറ്റ് അവർക്ക് എന്തൊക്കെയാണോ സാധ്യതകൾ നമ്മുടെ മുന്നിൽ നമ്മളിലൂടെ അവർ കാണുന്നത്, അതെല്ലാം കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസത്ത് ജലീൽ, ജയ ബിജു, സിനി ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ AU ബിനിൽ, പ്രീജ സലീം, ജിജു മാടപ്പള്ളി, KV രഘു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപയും ബ്ലോക്കിന്റെ 3 ലക്ഷം രൂപയും ഉൾപ്പെടെ 21 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രീ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഭരണഘടനാ സാക്ഷരതാ ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അവബോധം നൽകുന്നതിനായി ബോധവൽക്കരണ ക്ലാസും ഭരണഘടനാ ആമുഖം നൽകുന്നതിന്റെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. മേലടൂർ സർക്കാർ സമിതി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് KR സുമേഷ് ക്ലാസ് നയിച്ചു. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മതമാകാം, പക്ഷേ ഇന്ത്യയുടെ ഭരണകൂടത്തില് ഒരു പ്രത്യേക മതത്തിനോട് മമതയോ ഒരു പ്രത്യേക മതത്തിനോട് പ്രത്യേക വിദ്വേഷമോ ഉണ്ടായിക്കൂടാ. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണകൂടത്തിന് ഔദ്യോഗികമായി ഒരു മതം ഉണ്ടായിക്കൂടാ. മനസ്സിലായോ? KR സുമേഷിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഇനി ഭരണഘടനാ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എന്താണ് മതനിരപേക്ഷത എന്ന് അറിയാതെ പോകരുത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താ ഒന്നാമത്തെ കാര്യം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താവാം? ഉറക്കെ പറയും, എന്താവാം? മതമാകാം. പക്ഷേ ഇന്ത്യയുടെ ഭരണകൂടത്തിന് എന്തുണ്ടായിക്കൂടാ? ഉറക്കെ പറയണം, ഇത് വളരെ പ്രധാനപ്പെട്ടോ. ഇന്ത്യയുടെ ഭരണകൂടത്തിന് എന്തുണ്ടായിക്കൂടാ? മതം ഉണ്ടായിക്കൂടാ. ഔദ്യോഗികമായി ഒരു പ്രത്യേക മതത്തിനോടോ മമതയോ ഒരു പ്രത്യേക മതത്തിനോടോ വിദ്വേഷമോ ഉണ്ടായിക്കൂടാ. PB സൈന, സുജാത മുരുകേശൻ, സജി, TK ഷാനി എന്നിവർ സംസാരിച്ചു.
സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ 11ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83ാം വാർഷിക ദിനത്തിൽ മാളയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ട്രംപിന്റെയും മോഡിയുടെയും കോലങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ്. നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് നരേന്ദ്രമോദിയും കോർപ്പറേറ്റുകളും നടത്തുന്ന പ്രതിരോധം തീർത്തുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധം ഇന്നത്തോടെ ഇവരുടെ കോലം കത്തിക്കലോടെ അവസാനിക്കുകയല്ല, ഇത് ആരംഭിക്കുകയാണ്. PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. UK പ്രഭാകരൻ, VM വത്സൻ, CN സുധാർജുനൻ, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അരവിന്ദൻ, PA അസീസ്, VM ചന്ദ്രബോസ്, PK അലി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പറവൂർ തത്തപ്പിള്ളി മാനടിയിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പുരസ്കാര ദാനവും സ്നേഹാദരവും വെള്ളിയാഴ്ച തത്തപ്പിള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ തന്നെ പറവൂർ താലൂക്കിലെ എല്ലാവരും അറിയുന്ന, കേരളത്തിൽ ആകെ അറിയുന്ന ഹോം ഗാർഡ് മിസ്റ്റർ തോമസ്, ഇവരെ ഈ ചടങ്ങിൽ വെച്ച് നിങ്ങൾ ആദരിക്കുകയാണ്. നാളെ 3 മണി മുതൽ തത്തപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചാണ് പരിപാടി. ഈ ചടങ്ങിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ ചടങ്ങിൽ S ശർമ്മ, DYSP ജയകൃഷ്ണൻ. കോട്ടുവള്ളി പഞ്ചായത്തിലെ 5, 6, 7, 8 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും. തത്തപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി S ശർമ്മ പുരസ്കാര സമർപ്പണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ KK അബ്ദുള്ള, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MA പ്രദീപ്, പബ്ലിസിറ്റി കൺവീനർ ദിനിൽ തത്തപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. മാള ചക്കാട്ടിക്കുന്ന് കള്ളുഷാപ്പിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മഠത്തുംപടി ചക്കാട്ടിക്കുന്ന് സ്വദേശി കോനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്ത് കാട്ടിക്കരക്കുന്നിൽ സർക്കാർ മോഡൽ പ്രീ സ്കൂൾ ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.